കോടതിയുടെ പരിധിയിലുള്ളൊരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടല്ല. ഞാനെല്ലാം കോടതിയോട് പറയാം. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, വൈദ്യപരിശോധന പൂർണ്ണമായി കഴിഞ്ഞോ? ഇനി എങ്ങനെയാണ്, എപ്പോഴാണ് കോടതിക്ക് മുൻപിൽ ഇയാളെ ഹാജരാക്കുക? അടുത്ത നടപടികൾ എന്താണ് പോലീസിൻ്റെത്? അക്ഷയ, കോടതിക്ക് മുന്നിൽ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കി വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബെയിലിദാസിനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് സ്റ്റേഷനിൽ തന്നെ തുടരും ബെയിലിദാസ്. നാളെ ഓപ്പൺ കോർട്ടിൽ, നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും വൈദ്യപരിശോധന ഫോർട്ട് ആശുപത്രിയിലായിരുന്നുകൊണ്ട് 3/4 മണിക്കൂർ നീണ്ടിരിക്കുന്ന ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. DCPയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ശേഷം അല്പസമയം മുൻപ് വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് തിരികെ ബെയിലിദാസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത്. എന്തായാലും 2 ദിവസമായി നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യമായിരുന്നു പ്രതി എവിടെ എന്നുള്ളത്. ഏതായാലും അതിന് ഉത്തരമായിരിക്കുന്നു. ഇന്ന് തുമ്പയിൽ നിന്ന് സാഹസികമായി പോലീസ് പിടികൂടി. ഇന്ന് രാവിലെ ഈ നഗരത്തിൽ ഓൾട്ടോ കാറിൽ ഈ പ്രതി ഇത്തരത്തിൽ നഗരത്തിൽ പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു. പൂന്തറ ഭാഗത്തുനിന്നുള്ള വിവരം ലഭിക്കുന്നു. അങ്ങനെയാണ് പോലീസ് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ഒടുവിൽ തുമ്പയിൽ നിന്ന് പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ട് വഞ്ചിയൂർ എത്തിച്ചു. ആ ഘട്ടത്തിൽ തന്നെ DCP ഇവിടെ എത്തിയിരുന്നു. എന്തായാലും 3/4 മണിക്കൂർ നീണ്ടുന്ന ചോദ്യം ചെയ്യൽ ശേഷം വൈദ്യപരിശോധന, നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന തീരുമാനമാണ് നിലവിലുള്ളത്. അക്ഷയ്.